വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. തിരുവല്ലോമലയിൽ കുടിവെള്ള പ്രശ്നത്തിൽ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുത വിരുദ്ധമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് വ്യക്തമാക്കി. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഒരു വാർത്ത കാണുകയുണ്ടായി. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായ ശ്രീമാൻ ഉദയേട്ടൻ കൊടുത്തൊരു വാർത്തയാണ്. ഒരു വാർത്ത കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ സ്ഥിരീകരണം നടത്തിയിട്ട് വേണം പൊതുവായിട്ട് ജനങ്ങൾക്ക് മുന്നിലെ വാർത്ത അവതരിപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്തയിൽ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇവിടെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല, അതുപോലെ തന്നെ അതിൻ്റേതായ ഒരു നടപടി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നത് തികച്ചും അസംബന്ധമാണ്. കാരണം കുടിവെള്ള ടെൻഡർ സ്വീകരിക്കുകയും കുടിവെള്ള ടെൻഡർ അംഗീകരിക്കുകയും അതിൻ്റെ എഗ്രിമെൻറ്റ് നടത്തുകയും ഈ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത പറഞ്ഞത് ഞങ്ങളുടെ ഭരണസമിതി ഫെബ്രുവരി മാസം മുതൽ ഞങ്ങൾ എല്ലാം കൊടുത്തു തുടങ്ങിയെന്നാണ്. ഉദയേട്ടൻ മനഃപൂർവ്വം വിസ്മരിച്ചാണോ അതോ പറയാൻ മറന്നാണോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ 23 മുതലാണ് വെള്ളം കൊടുത്തു തുടങ്ങിയത്. ഏതൊരു വാർഡ് മെമ്പറും ആവശ്യപ്പെടുന്ന മുറയിൽ വെള്ളം കൊടുക്കാൻ സന്നദ്ധമായിട്ട് തന്നെയാണ് ഈ ഭരണസമിതി കൊടുക്കുന്നത്. നമുക്കറിയാം, 12 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ മൊത്തമായിട്ട് ആ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വെള്ളം ജനങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമായ ഗവൺമെൻറ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും എല്ലാ ഭരണസമിതിയും ഏപ്രിൽ ആദ്യ വാരത്തോടുകൂടി ഒക്കെ തന്നെ വെള്ളം അതാത് ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ക്രമം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണസഭയും സജ്ജമാണ്. ഏതൊരു വാർഡ് മെമ്പറും അറിയിക്കുന്ന പക്ഷം തന്നെ എവിടെയാണോ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നേരിടുന്നത് അവിടെ വെള്ളം എത്തിക്കാൻ ഭരണസമിതി തയ്യാറാണ്. അറിയാത്ത കാര്യങ്ങൾ ഒന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ പൊതുവായ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കാൻ. ഭരണസമിതിക്ക് ഒരു പരിചയപൂർവ്വമില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഭരണസമിതി ടെൻഡർ വയ്ക്കുകയും ടെൻഡർ അംഗീകരിക്കുകയും എഗ്രിമെന്റ് വെക്കുകയും എല്ലാം ചെയ്ത് അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഭരണസമിതി പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് ഭരണസമിതി ഇപ്പം നിലവിൽ തുടർന്നുകൊണ്ടുപോകുന്നത്. വസ്തുതകൾ അന്വേഷിക്കാതെയാണ് കോൺഗ്രസ് നേതൃത്വം വാർത്തകൾ നൽകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് ഭരണസമിതി ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണ്. നിലവിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എഗ്രിമെന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ കുടിവെള്ള വിതരണം നടത്തിയിരുന്നു എന്ന വാദം തെറ്റാണെന്നും ഏപ്രിൽ 23 മുതലാണ് കഴിഞ്ഞ തവണ വിതരണം ആരംഭിച്ചതെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഏത് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടാലും കുടിവെള്ളം എത്തിക്കാൻ ഭരണസമിതി സജ്ജമാണെന്നും ഭരണപരമായ പരിചയക്കുറവ് തങ്ങൾക്കില്ലെന്നും കൃഷ്ണപ്രസാദ് കൂട്ടിച്ചേർത്തു. മുൻ വൈസ് പ്രസിഡന്റ് എം ഉദയൻ, പഞ്ചായത്ത് അംഗം ജാഫർ പരുത്തിപ്ര എന്നിവരുടെ പ്രസ്താവനകൾക്കെതിരെയാണ് പ്രസിഡന്റ് രംഗത്തെത്തിയത്. CCV ന്യൂസ്, തിരുവല്ലോമല.